കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡൈവോഴ്സിനെ കുറിച്ച്. അപ്പോൾ പല ആൾക്കാർ എനിക്ക് പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് 2 കൊല്ലമായി വെയിറ്റ് ചെയ്യുന്നത്, വേറൊരാൾ വന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ 1 കൊല്ലമായി വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ പല ഗേൾസും പല ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, സ്വന്തം ഭാര്യനെ വെച്ചിട്ട് വേറൊരു പെങ്കുച്ചിൻ്റെ തേടിപ്പോയ ആൺകുട്ടികളാണ് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. കാരണം ഭാര്യനെ വെച്ചിട്ട് വേറൊരു പെങ്കുച്ചുമായിട്ട് റിലേഷൻഷിപ്പ് അത് കണ്ടുപിടിക്കുക, അതിനുശേഷം പെങ്കുച്ചിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളോട് എനിക്ക് പറയാനല്ലേ വെച്ചാൽ, നിങ്ങളെ വേണ്ട പറഞ്ഞിട്ട് വേറൊരു പെങ്കുച്ചുമായിട്ട് പോയ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തർത്ഥത്തിലാണ് കാത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഹസ്ബൻഡാണ്, അത് നിങ്ങൾ ആ ഒരു പേഴ്സണെ വാല്യൂ ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചത് കൊണ്ടുമാണ് നിങ്ങളെ ഹസ്ബൻഡ് ആണ് എന്നുള്ള വില ഇപ്പോഴും നിങ്ങൾ കൊടുക്കുന്നത്. പക്ഷേ തിരിച്ച് ആ വില ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ആ വില കൊടുക്കുന്നത്? കാരണം നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുത്തിട്ട് ആ ഒരു സ്നേഹത്തിന് ഒരു ചെരുപ്പിന്റെ വില കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ കാത്തിരിക്കരുത്. പല ഗേൾസും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, 1 കൊല്ലമായി 2 കൊല്ലമായി വെയിറ്റ് ചെയ്യുന്നത്. ഇത് ആരെയാണോ വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങളെ ലവറോ നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടോ അതർവൈസ് നിങ്ങളെ ബോയ് ഫ്രണ്ടോ അല്ല, നിങ്ങളെ ഹസ്ബൻഡാണ്. നിങ്ങളെ കൂടെ ജീവിച്ചിട്ട് പെട്ടെന്ന് വേറൊരു പെങ്കുച്ചിനെ കാണുമ്പോൾ അവളെ കൂടെ പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ കാത്തിരിക്കരുത്. ഇന്ന് ആ ഒരു പെങ്കുച്ചിനെ തേടിപ്പോയി, നാളെ പിന്നെയും നിങ്ങളടുത്ത് തിരിച്ചു വന്നിട്ട് വേറൊരു പെങ്കുച്ചിനെ കണ്ട് അതിന്റെ വൈക്കൊന്നും പോകും. അവിടെ ഇങ്ങനെ മാറി ചവിട്ടാനില്ല. അല്ല, ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള റിലേഷനിൽ ഒരിക്കൽ മടുത്ത് കഴിഞ്ഞാൽ വേറൊരാൾ തേടി പോവാ, പിന്നെ അവരെ മടുത്ത് കഴിഞ്ഞാൽ പിന്നെയും റിട്ടേൺ വരാം. എന്തോ ആടുള്ളൂ. നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യും, നിങ്ങൾ നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യും. ആയിട്ടെല്ലാം വെയിറ്റ് ചെയ്യുന്നവരോട് എനിക്ക് പറയാനില്ല, നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളെ ദിവസങ്ങളാണ് പോകുന്നത്, നിങ്ങളെ ഏജാണ് ഡേ ബൈ ഡേ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കാണ് നഷ്ടം. ഈ 2 കൊല്ലം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു, ഇതുവരെ വന്നിട്ടില്ല. ഇനിയും നിങ്ങളിപ്പം നിങ്ങളുടെ ജീവിതകാലം മുഴുവനും കാത്തിരിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് തോന്നണ്ടേ വരാൻ വേണ്ടിയിട്ട്, തോന്നണ്ടേ? ആ ഒരു വ്യക്തിക്ക് മനസ്സ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ അതിപ്പോൾ താൻ എത്ര കൊല്ലം വെയിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ലൈക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തിനെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കരുത്. പല ആൾക്കാരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, മെമ്മറീസ് അത് ഇല്ലടത്തോളം കാലം എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ കൈപ്പത്തിയിൽ ഒരു പേപ്പർ വെച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെന്ന് വിചാരിക്കുക. ദിവസം കഴിയുന്നതിന് അത് മുറുക്കി പിടിക്കുമ്പോൾ ആ ഒരു പേപ്പർ എവിടെയും പോകാൻ പോകുന്നില്ല, നിങ്ങളെ കൈയിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് അല്ലേ? അത് വിട്ട് കളഞ്ഞാലേ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽക്കായാലും അതായത് നിങ്ങൾക്കായാലും കുറച്ച് ആശ്വാസം കിട്ടുള്ളൂ. അത് എത്രത്തോളം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത്രമേൽ നിങ്ങൾ കരഞ്ഞ് ജീവിക്കുകയുള്ളൂ. സോ കരഞ്ഞ് ജീവിക്കരുത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കുക, ആർക്കും വേണ്ടിയിട്ട് ജീവിക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ മടുത്ത് കഴിഞ്ഞ് യൂസ് ആൻഡ് ത്രൂ ആയിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പറായിട്ട് ജീവിക്കരുത്. നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഭാര്യയായിട്ട് നിങ്ങളൊരു വില കൽപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണെ കാത്തിരിക്കരുത്. കാരണം നമുക്ക് എല്ലാവർക്കും തെറ്റ് പറ്റും അല്ലേ? മനുഷ്യന്മാരാണ്, തെറ്റ് പറ്റും. അത് തെറ്റ് പുറത്തു കൊടുക്കാനുള്ള അവകാശം അധികാരം ആ ഒരു മനസ്സ് ഭാര്യയ്ക്കും വേണം, ഭർത്താവിനും വേണം. ആ ഒരു പേഴ്സൺ തെറ്റ് ചെയ്തിട്ടും നിങ്ങൾ ഇത്രയും കാലം ആ ഒരു പേഴ്സണെ കാത്തിരുന്നു, ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ചു, അത് നല്ലത്. പക്ഷേ ഇനിയുള്ള കാലവും നിങ്ങൾ ആ ഒരു പേഴ്സണെ കാത്തിരിക്കുന്നത് എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഇറ്റ്സ് ഫോർ മീ, എനിക്ക് ഈസി ആയിരിക്കും ഇത് പറയാൻ വേണ്ടിയിട്ട്. ആ ഒരു പേഴ്സണെ വേണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? നിങ്ങളിൽ ചുറ്റുള്ള വ്യക്തികൾക്ക് ഈസി ആയിരിക്കും. അങ്ങനെയുള്ള വ്യക്തിന് എന്തിനാണ് ഹസ്ബൻഡിലെ തനിക്കൊരു വില തരുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പല ആൾക്കാരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾക്കത് ഈസി ആയിരിക്കും. പക്ഷേ ആ ഒരു ഈസി വേയിൽ തന്നെ നിങ്ങളും ചിന്തിക്കാൻ നോക്കുക. സ്വന്തം ഹസ്ബൻഡിന് വാല്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷനിൽ ഒരു അർത്ഥവും ഇല്ല.